നിങ്ങൾക്കറിയാമോ, ശരീരം മുഴുവൻ തേനീച്ചകളാൽ ചുറ്റപ്പെട്ട ദേവി ആരാണ് എന്ന്? ദേവി എന്തുകൊണ്ട് ഈ ഭയങ്കര രൂപം സ്വീകരിച്ചതെന്ന് അറിയാമോ? ഇവയൊക്കെ അറിയാൻ നമുക്ക് ദേവീപുരാണത്തിലേക്ക് ഒരു നോട്ടം ഇടാം. അരുണാസുരൻ അതിയായ ബുദ്ധിശക്തിയുള്ള ഒരസുരൻ. അമരത്വം ലഭിക്കുന്നതിനായി ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്നു. അരുണാസുരന്റെ കഠിന തപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മദേവൻ പറഞ്ഞു, മകനെ, നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അരുണാസുരൻ പറഞ്ഞു, പ്രഭു, എനിക്ക് അമരത്വം ആണ് വേണ്ടത്. ബ്രഹ്മദേവൻ അമരത്വവരം നൽകിയില്ല, പകരം വേറെ എന്തും ചോദിക്കാൻ ആവശ്യപ്പെട്ടു. അരുണാസുരൻ പറഞ്ഞു, സ്ത്രീ, പുരുഷൻ, ദേവൻ, അസുരൻ, മനുഷ്യൻ, ജീവജന്തുക്കൾ ഇവയൊന്നാലും എനിക്ക് മരണം സംഭവിക്കരുത്. ബ്രഹ്മദേവൻ അരുണാസുരൻ ആ വരം നൽകി. വരദാനത്തിന്റെ ശക്തിയിൽ അഹങ്കാരിയായി തീർന്ന അരുണാസുരൻ ദേവലോകത്തെ ആക്രമിക്കുകയും ദേവപത്നിമാരുടെ ശുദ്ധതയെപ്പോലും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ദേവന്മാർ ശിവഭഗവാനെ അഭയം പ്രാപിച്ചു. ശിവഭഗവാൻ പറഞ്ഞു, ആദിപരാശക്തിക്ക് മാത്രമേ അരുണാസുരനെ തോൽപ്പിക്കാനാവുകയുള്ളൂ. ദേവന്മാർ ആദിപരാശക്തിയെ പ്രാർത്ഥിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവിയെ കണ്ട ദേവന്മാർ അമ്പരന്നു. ദേവിയുടെ കാലുകൾ തേനീച്ചകളെപ്പോലെ. ചുറ്റും അനേകം തേനീച്ചകൾ ഭീകരമായ ശബ്ദത്തോടെ പറക്കുന്നു. ഭ്രമരിദേവിയും അരുണാസുരനുമായി യുദ്ധം ആരംഭിച്ചു. ദേവിയുടെ ഭ്രമരങ്ങൾ അരുണാസുരന്റെ കൂട്ടാളികളെ തകർത്തു. അവസാനം ഭ്രമരി ദേവി അരുണാസുരനെ വധിച്ചു. ദേവന്മാരുടെ പത്നിമാരെ മോചിപ്പിച്ചു. സമസ്ത ലോകവും വീണ്ടും സമാധാനത്തിലേക്ക് തിരികെ വന്നു. ഭക്തർക്ക് ഭ്രമരി ദേവിയോട് പ്രാർത്ഥിക്കുമ്പോൾ നിഗൂഢ ദോഷങ്ങൾ, അജ്ഞാത ശത്രുത്വങ്ങൾ, മനസ്സിലാകാത്ത തടസ്സങ്ങൾ എന്നിവയെ ഇല്ലാതാക്കാൻ സഹായകമാകുന്നു എന്ന് വിശ്വാസമുണ്ട്. ഭ്രമരിയെ നമ എന്ന് ജപിച്ചാൽ അജ്ഞാത ദോഷങ്ങൾ പോലും പരിഹരിക്കപ്പെടും എന്ന് വിശ്വാസം.